പഴമ ഇഷ്ടമുള്ളവരാണ്. പഴമ നമ്മുടെ എല്ലാ മേഖലയും അടക്കി വയ്ക്കുന്നവരാണല്ലോ. കാരണം നമുക്ക് പുതിയതില്ല, പഴയതില്ല, എല്ലാം അറിയാം. ഓൾഡ് ആക്ടേഴ്സ് എന്നുള്ളൊരു ഫോട്ടോ ഉണ്ട്, അതൊന്ന് പുറകിൽ കൊടുക്കാം. ഓൾഡ് ആക്ടേഴ്സ് സത്യം പറഞ്ഞാൽ ഇവരുടെ 3 വർഷം ആദ്യമായിട്ടായിരിക്കും ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത്. അതിനുള്ള ഭാഗ്യം വിവോ സബ്മിറ്റിനാണ് കിട്ടിയിരിക്കുന്നത്. ഇവരുടെ പേര് നിങ്ങൾക്ക് അറിയാൻ സാധ്യതയേ ഇല്ല. ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ സത്യനന്ദിക്കാട് സിനിമയില് മിക്കപ്പോഴും കാണുന്ന ഒരു താരമാണ്. ഇദ്ദേഹത്തിന്റെ പേര് കണ്ടുപിടിക്കാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടു. ശ്രീഹരി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. കണ്ടാ പറയോ ശ്രീഹരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്തായാലും അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് കേട്ടാലോ? ശബ്ദം ഒന്ന് കേട്ടാലോ? റെഡി അല്ലേ? സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് വീണ്ടും ചില വീട്ടുകാരെ നമ്മുടെ സിനിമയുടെ ഡയലോഗാ. നമ്മുടെ വക്കീല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ റോയുടെ വക്കീല. എന്ത് ചെയ്യാനാണ് കൊച്ചുതോമ? ബാങ്കിൽ നിന്ന് കാശ് മേടിച്ച് വീട് പണി തുടങ്ങിയപ്പോഴും മാറിന് ലൈസൻസ് കൊടുത്തപ്പോൾ ഞാൻ കാലി പിടിച്ച് പറഞ്ഞതാ, ഇത് ചെയ്യരുത്, വെട്ടിലാവും. അപ്പൊ എല്ലാം വെട്ടിപ്പിടിക്കണം. എല്ലാം വെട്ടിപ്പിടിച്ചില്ലേ? എല്ലാവർക്കും എന്റെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാ നല്ലൊരു ഐഡിയ വന്നോടെ. ഞാൻ റോയുടെ വക്കീല. ഇങ്ങനെയല്ല സൗണ്ട്. അതെ. രണ്ടാമത് നിൽക്കുന്ന ആളാണ് വിജയൻ പെരിങ്ങോട്. എല്ലാ സിനിമയിലും ചായക്കടക്കാരൻ, നമ്പൂതിരി, ഇതൊക്കെ ആയിട്ട് ആളെ കാണാൻ സാധിക്കും. നമ്മുടെ നരൻ എന്ന സിനിമയിലും നമ്മുടെ ആനന്ദ് എന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദം ഇങ്ങനെയാണ്. എന്റെ രാമനാഥ് അർജുന കേമന അതൊക്കെ വാക്കില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ബലരാമനെക്കാൾ ഉയർന്നിട്ട് എന്താ ചൂതാട്ടാവും. എന്റെ വലിയ വേലാതനെ കൊണ്ടുള്ള താങ്ങാൻ വയ്യ. കടക്കൊരു ബോർഡ് വെക്കാൻ സംബന്ധിച്ച് അതിന്റെ പേരിലുള്ള കുഞ്ഞാപ്പുണ്ട്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശബ്ദം. നിങ്ങൾ കേട്ടല്ലേ? ഈ കയ്യടി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന സാധനം കേൾക്കുന്നുണ്ടെന്നുള്ളത്. കാരണം ഞാൻ വേറെ വേദിയിലൊന്നും അവതരിപ്പിച്ചു. ഇത്രയും പുതിയ ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഇവരെയൊക്കെ ഓർക്കട്ടെ. ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഈ സ്വീകരിച്ചേട്ടന്റെ ശബ്ദമൊക്കെ അനുകരിക്കുന്നത്. അടുത്തത് ആള് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിന്റെ മകന്റെ ശബ്ദവും ഇദ്ദേഹത്തിന്റെ ശബ്ദവും ഒരുപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇദ്ദേഹത്തിന്റെ പേര് DG ദേവിയാണ്. തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർക്കാരൻ ഇവിടെ എത്ര പേരുണ്ട്? തൃശ്ശൂർക്കാരൻ ഓക്കെ. അപ്പൊ തൃശ്ശൂരുള്ള നമ്മുടെ സ്വന്തം DG യുടെ ശബ്ദം ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് അനുകരിക്കും. തൊണ്ടയൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് പ്രഷർ കൊടുത്തിട്ട് വേണം ഈ ശബ്ദം ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെ കാറ് വാങ്ങിക്കാനുള്ള ആള് ഇങ്ങനെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. നമ്മളെന്തോ ഈ സമയം പറയാം. നമ്മൾ കറക്റ്റ് സമയം എത്തുമ്പോ അവര് പറയും ഓന്റെ അവിടെ കട്ടിലിന്ന് എഴുന്നേറ്റിട്ട് പോലും